പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ജാമ്യം ലഭിച്ച CPM പ്രവർത്തകർ ഉടൻ ജയിൽ മോചിതരാകും. ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതോടെയാണ് 4 പ്രതികളും ജയിൽ മോചിതരാകുന്നത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ സ്വീകരിക്കാൻ MV ജയരാജനും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനുണ്ട്. റിലീസ് ഓർഡർ ജയിൽ സൂപ്രണ്ടിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ജയിലിന് പുറത്ത് നേതാക്കളെ പ്രേക്ഷകർക്ക് കാണാം. സിനോയ് തോമസും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, മുതിർന്ന നേതാക്കൾ MV ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ നിന്ന് KV കുഞ്ഞിരാമൻ MLA സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ സ്വാഗതമാണ്. പക്ഷേ ഒരു പൊതുപരിപാടി എന്തോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അർജുൻ കല്യാട്? അതായത് അരുൺകുമാർ, ഇന്ന് ഇപ്പോൾ പെരിയ കേസിലെ പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ വലിയ വൈകാരികമായിട്ടുള്ള വിഷയമാണ്. നേരത്തെ തന്നെ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വീകരണ പരിപാടി നേരത്തെ കാഞ്ഞങ്ങാട് ടൗണിൽ ഉൾപ്പെടെ ഒരു സ്വീകരണം നടത്തണമെന്നുള്ളൊരു ആലോചന പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ ഈ നേതാക്കൾ ഈ പ്രവർത്തകരെ, ഈ പ്രതികളെ സ്വീകരിക്കും. അതിനുശേഷം മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരെ ഓർഡറൊക്കെ കൊടുത്തു 9:15 പുറത്തിറങ്ങും. പിന്നെ ഇതിനകത്ത് തന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലും സ്വീകരണം ചെയ്യാനില്ല, ഒരു സ്വീകരണമില്ല, ഒന്നും വേണ്ട. സ്വീകരണമൊന്നും വേണ്ട നമ്മൾ തീരുമാനിച്ചു. അത് CBI ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവരെ ഞാൻ അന്നേ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പം വിടുവോ? CBI കോടതി ഇത് ചെയ്താലും CBI കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കില്ല, ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുണ്ടാവുക. പ്രതികൾ ഗൂഢാലോചന പങ്കില്ല എന്ന് ഈ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി തെളിഞ്ഞു. ഞാൻ മുമ്പേ തെളിഞ്ഞു. CBI ആ കേസ് ഡയറി അവർ ജഡ്ജിമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊലപാതകത്തിൽ ഇവർക്ക് പങ്കില്ല, ഗൂഢാലോചനയും ഇവർക്ക് പങ്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? പാർട്ടി മുമ്പ് പറഞ്ഞത് അവരും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇല്ല, അതല്ലേ അതിൻ്റെ അർത്ഥം. പാർട്ടി മുമ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കൊലപാതകത്തിലോ ഇതിലോ ഒരു പങ്കും രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് CBI കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്തുള്ളത്. ഇപ്പോൾ നിരവാധിക സ്റ്റേ കൊടുത്തിട്ടുള്ളതും ആയിരിക്കും. CPM നേതാക്കളെല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. CBI ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ 4 പേരെയും KV കുഞ്ഞിരാമൻ മുൻ MLA അടക്കം പ്രതി ചേർത്തിട്ടുള്ളത് എന്നുള്ള നിലപാട് നേരത്തെ തന്നെ CPI നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും റിലീസിംഗ് ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി സൂപ്രണ്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി 9:15 ഇവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്ററുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് പെരിയ കേസിലെ പ്രതികളെന്ന് CBI കണ്ടെത്തിയ കുറ്റക്കാരെന്ന് CBI വിധിച്ച് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന 4 പ്രതികളെ ജയിൽ മോചിതരാകുമ്പോൾ സ്വീകരിക്കാനാണ്. സ്വീകരണ പരിപാടിയില്ല എന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ പറയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് അത്തരം പ്രതികരണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതു സ്വീകരണ പരിപാടി ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അതൊരു വൈകാരികമായിട്ടുള്ള വിഷയമാണ്. ഏതെങ്കിലും തരത്തിൽ ഇതൊരു സ്വീകരണം നടത്തിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി അത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും. കാരണം ഒരു കൊലക്കേസിലെ പ്രതികളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവരുടെ നിലവിലുള്ള ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിൽ കൂടി പൂർണ്ണമായും ഈ കേസിനകത്ത് ഇവർ കുറ്റവിമുക്തരാവുന്നില്ല. ഇനി അതിൻ്റെ തുടർ നടപടികൾ, കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഇവരെ ഈ ശിക്ഷിക്കപ്പെടുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പാർട്ടിക്ക് വലിയ ഒരു പ്രതിരോധം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പൊതു സ്വീകരണ പരിപാടിയിലേക്ക് കാര്യങ്ങൾ വേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ നേതാക്കളെത്തി ഇവരെ ഇവിടെ നിന്ന് സ്വീകരിച്ച് ജയിലിന് പുറത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഒരു രക്തഹാരം അണിയിച്ച് ആ സ്വീകരണ പരിപാടി അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കുറച്ചുകൂടി വിപുലമായ രീതിയിലുള്ളൊരു സ്വീകരണം ആലോചിച്ചിരുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തകന്മാർ ജയിലിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു സ്വീകരണ പരിപാടി. അതിനുശേഷം കാഞ്ഞങ്ങാട് നഗരത്തിൽ ചില പരിപാടികൾ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആ തീരുമാനം വേണ്ട എന്നുള്ളത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഒരു വൈകാരികമായിട്ടുള്ള വിഷയത്തിൽ അത് കൂടുതൽ ഒരു സ്വീകരണം ഉൾപ്പെടെ നൽകിക്കൊണ്ട് രാഷ്ട്രീയപരമായി വീണ്ടും അത് ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
അതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നൊക്കെ പ്രേക്ഷകർ കമൻ്റ് ഇടുന്നുണ്ട്. അതൊക്കെ ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഈ വിഷയത്തിൽ എന്തായാലും CBI കള്ളക്കേസ് സ്വീകരിച്ച് ജയിലിലടച്ച നേതാക്കളെ സ്വീകരിക്കാൻ MV ജയരാജനും CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും എത്തിയിരിക്കുന്നു എന്ന നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കുക. അതാണ് പാർട്ടിയുടെ ലൈൻ. ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി ഇവർ പുറത്തെത്തിക്കഴിയുമ്പോൾ MV ജയരാജൻ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യും. പക്ഷേ അവർക്ക് പൊതുസ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MV ബാലകൃഷ്ണൻ മാഷ് ഇപ്പോൾ പറഞ്ഞത് സ്വീകരണ പരിപാടികളൊന്നും തന്നെ ഇല്ല. സതീഷ് ചന്ദ്രനുണ്ട്, കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾ, അതേപോലെ MV ജയരാജനും അവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും ഇപ്പോൾ ഉണ്ട്. റിലീസിംഗ് ഓർഡർ ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിന് കൈമാറി കഴിഞ്ഞു. 4 പേരും അല്പസമയത്തിനുള്ളിൽ പുറത്തേക്കിറങ്ങും. ആ സമയത്ത് നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കുമൊക്കെ മടങ്ങിയെത്താവുന്നതാണ്.